നമസ്കാരം. നമ്മുടെ PSC ബുള്ളറ്റിൽ വന്നിട്ടുണ്ടായിരുന്ന കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 700 ക്വസ്റ്റ്യൻസിന്റെ ഒരു ബുള്ളറ്റിൻ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ 300 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. 100 ക്വസ്റ്റ്യൻസിന്റെ 3 വീഡിയോ വെച്ചിട്ട് നമ്മളെ ചാനലിലുണ്ട്. ഇത് നമ്മളെ 4ാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് നോക്കും കേട്ടോ. ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു പ്രസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരാണ് താഴെ പറയുന്ന പ്രസ്താവന നടത്തിയത്? ഒന്ന്, ഞാനൊരു കച്ചവടക്കാരനല്ല, ഒരു പത്രം തുടങ്ങിയതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് സാമൂഹിക സേവനവും രാജ്യസ്നേഹവുമാണ്. എന്റെ പരമമായ ലക്ഷ്യം ധനമല്ല. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എനിക്ക് വേണ്ടിയല്ല, എന്റെ രാജ്യത്തിന് വേണ്ടിയാണ്. എനിക്ക് അത്രയേ വേണ്ടൂ. ഇത് ആര് പറഞ്ഞതാ? ഓപ്ഷൻ ഡി ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഈ കോട്ട് നിങ്ങൾ ഓർത്തു വെച്ചേക്കണം കേട്ടോ. അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം: ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീ ഭട്ടാകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്നത്? ആരാ? ഓപ്ഷൻ ഡി ആണ് ചട്ടമ്പി സ്വാമികളാട്ടോ. ചട്ടമ്പി സ്വാമികളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ശ്രീ ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മലബാറിൽ ബാസൽ മിഷൻ സ്ഥാപിച്ചതാരാം? മലബാറിൽ ബാസൽ മിഷൻ സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഇനി നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് കെ കേളപ്പൻ ആട്ടോ. കേളപ്പനാണ്. ഇനി യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചതാരാം? യോഗക്ഷേമ സഭയുടെ ആദ്യ യോഗത്തില് അധ്യക്ഷത വഹിച്ചത് ആരാ? ഓപ്ഷൻ ബി ആണ് ദേശമംഗലം വലിയ ശങ്കരൻ നമ്പൂതിരിപ്പാട് ആട്ടോ. ദേശമംഗലം വലിയ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഓപ്ഷൻ ബി ആണ്. ഇനി കൊച്ചി പുലിയ മഹാസഭ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തതാരാം? കൊച്ചി പുലിയ മഹാസഭ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് പണ്ഡിറ്റ് കറുപ്പൻ ആട്ടോ. പണ്ഡിറ്റ് കറുപ്പനാണ്. ഇനി ഭാഷാ പോഷണിയുടെ സ്ഥാപക പത്രാധിപർ ആരാണ്? ഭാഷാപോഷണിയുടെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള കേട്ടോ. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. ഇനി കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? ഓപ്ഷൻ സി ആണ് PN പണിക്കർ ആട്ടോ. PN പണിക്കരാണ്. ഇനി 9ാമത്തെ ചോദ്യം: വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ടി രാഘവയ്യ. ഇനി സ്വാമി ആനന്ദതീർത്ഥൻ ആരുടെ പ്രധാന ശിഷ്യനായിരുന്നു? സ്വാമി ആനന്ദതീർത്ഥൻ ആരുടെ പ്രധാന ശിഷ്യനായിരുന്നു? ഓപ്ഷൻ ബി ആണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ആര്? ആനന്ദതീർത്ഥൻ. ഇനി കേരളത്തിലെ ആദ്യത്തെ കാത്തോലിക് സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചതാരാം? കേരളത്തിലെ ആദ്യത്തെ കാത്തലിക് സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കേട്ടോ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറി എവിടെയാ സ്ഥാപിതമായത്? കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറി സ്ഥാപിതമായത് എവിടെയാ? ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരത്താണ്. ഇനി വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് ആരാ? വയലാർ സ്റ്റാലിൻ എന്ന് അറിയപ്പെടുന്നത് ആരാ? ഓപ്ഷൻ ഡി ആണ് CK കുമരപ്പ പണിക്കർ കേട്ടോ. CK കുമരപ്പ പണിക്കറാണ്. ഇനി പുത്തൻ പാന രചിച്ച ജസ്യൂട്ട് മിഷണറി ആരാ? പുത്തൻ പാന രചിച്ച ജസ്യൂട്ട് മിഷണറി ആണ് ആര്? അർണോസ് പാതിരി കേട്ടോ. ഓപ്ഷൻ എ അർണോസ് പാതിരി. ഇനി സ്ത്രീ നവോത്ഥാനം മുൻനിർത്തിക്കൊണ്ട് പാർവതി അയ്യപ്പന്റെ പത്രാധിപത്യത്തിൽ 1933 പ്രസിദ്ധീകരിച്ച മാസിക ഏതാ? സ്ത്രീ നവോത്ഥാനം മുൻനിർത്തിക്കൊണ്ട് പാർവതി അയ്യപ്പന്റെ പത്രാധിപത്യത്തില് 1933 പ്രസിദ്ധീകരിച്ച മാസിക ഏതാ? ഓപ്ഷൻ സി ആണ് സ്ത്രീയാണ്. ഇനി മഊനത്തുൽ ഇസ്ലാം സഭ പൊന്നാനിയിൽ രൂപം കൊണ്ട വർഷം ഏതാ? മഊനത്തുൽ ഇസ്ലാം സഭ പൊന്നാനിയിൽ രൂപം കൊണ്ട വർഷം ഏതാ? ഓപ്ഷൻ ബി ആണ് 1900-ലാണ്. ഇനി താഴെ പറയുന്ന സംഭവങ്ങളുടെ കാലാനുക്രമം തെരഞ്ഞെടുക്കുക. താഴെ പറയുന്ന സംഭവങ്ങളുടെ കാലാനുക്രമം തിരഞ്ഞെടുക്കുക. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ആദ്യം 3, അതായത് സമത്വ സമാജമാണ്. പിന്നെ വരുന്നത് അരുവിപ്പുറം പ്രതിഷ്ഠ 1888, പിന്നെ പന്തി ഭോജനം, പിന്നെ പട്ടിണി ജാഥ 1936.
ഇനി യുക്തിവാദി മാസികയുടെ ചീഫ് എഡിറ്റർമാരായിട്ട് പ്രവർത്തിച്ചത് ആരൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ യുക്തിവാദി എന്ന മാസികയുടെ ചീഫ് എഡിറ്റർമാരായിട്ട് പ്രവർത്തിച്ചത് ആരൊക്കെയാ? ഓപ്ഷൻ എ ആണ് സഹോദരൻ അയ്യപ്പനും എം സി ജോസഫുമാണ്. സഹോദരൻ അയ്യപ്പനും എം സി ജോസഫും. ഇനി ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് സമാധി സപ്തകം എന്ന പദ്യം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് സമാധി സപ്തകം എന്ന പദ്യം രചിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് പണ്ഡിറ്റ് കറുപ്പനാട്ടോ. പണ്ഡിറ്റ് കറുപ്പനാണ്. ഇനി 1936 വൈദ്യുതി സമരകാലത്ത് ശ്രദ്ധാകേന്ദ്രമായ നേതാവ് ആരാണ്? 1936 വൈദ്യുതി സമരകാലത്ത് ശ്രദ്ധാകേന്ദ്രമായ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഇക്കണ്ട വാര്യർ ആട്ടോ. ഇക്കണ്ട വാര്യർ ആണ്. ഇനി മഹാകവി കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധപ്പെടുത്തിയത് ഏത് നോവലിലാണ്? മഹാകവി കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധപ്പെടുത്തിയത് ഏത് നോവലിലാണ്? ഏതിലാ? ഓപ്ഷൻ ബി ആണ് മിതവാദിയിലാട്ടോ. ഏതിലാ? മിതവാദിയിലാണ്. ഇനി താഴെ പറയുന്നതിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിരുന്നത് ആരാണ്? തന്നിരിക്കുന്നതിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിരുന്നത് ആരാണ്? കുമാരനാശാനുണ്ട്, മന്നത്ത് പത്മനാഭനുണ്ട്, പണ്ഡിറ്റ് കറുപ്പനുണ്ട്, ഡോക്ടർ പൽപ്പുണ്ട്. ഇതിലാരായിരുന്നു കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിരുന്നത്? ഓപ്ഷൻ സി ആണ് പണ്ഡിറ്റ് കറുപ്പനാണ്. ഇനി 23-ാമത്തെ ചോദ്യം, സി വി കുഞ്ഞിരാമൻ ഏതിന്റെ സ്ഥാപകനാണ്? തന്നിരിക്കുന്നതിൽ സി വി കുഞ്ഞിരാമൻ ഏതിന്റെ സ്ഥാപകനാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ് കേരള കൗമുദിയുടെ സ്ഥാപകനാണ് ആര്? സി വി കുഞ്ഞിരാമൻ. ഇനി ദേശാഭിമാനി എന്ന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നത് ആരാണ്? തന്നിരിക്കുന്നതിൽ ദേശാഭിമാനി എന്ന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ടി കെ മാധവനാണ്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ആശാൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവിന്റെ ആശാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് കെ പരമുപിള്ള ആശാൻ എന്ന് പറയേണ്ട. അതുപോലെ രാമൻ പിള്ള ആശാൻ കേട്ടോ. കുമ്മമ്പള്ളി രാമൻ പിള്ള ആശാൻ. ഗുരുവിന്റെ ആശാൻ ആരായിരുന്നു? കുമ്മമ്പള്ളി രാമൻ പിള്ള ആശാനാണ്. ഇനി 26-ാമത്തെ ചോദ്യം, വക്കം മൗലവി സ്വദേശാഭിമാനിയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാ? എവിടെ നിന്നാണ് വക്കം മൗലവി സ്വദേശാഭിമാനിയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്? എവിടെ നിന്നാണ്? ഓപ്ഷൻ എ ആണ് അഞ്ചുതെങ്ങ്. തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിൽ നിന്നാണ്. ഇനി പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാ? ആഗമാനന്ദ സ്വാമികളാണ്. ഇനി നടരാജഗുരുവിന്റെ പിതാവായ നവോത്ഥാന നായകൻ ആരാ? നടരാജഗുരുവിന്റെ പിതാവായ നവോത്ഥാന നായകനാണ് ആര്? ഓപ്ഷൻ എ ആണ് ഡോക്ടർ പൽപ്പു ആണ്. ഇനി ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത്. ഇനി ഇരവി പേരൂർ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇരവി പേരൂർ എന്ന് പറയുന്ന സ്ഥലം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണ് PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. എവിടെയാ സ്ഥാപിക്കുന്നത്? ഇരവി പേരൂരിലാണ് അല്ലെ. ഇനി PRDSന്റെ ആത്മീയ നേതാവ് അല്ലെങ്കിൽ PRDS സ്ഥാപിച്ചത് ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ ആരായിരിക്കും? ഓപ്ഷൻ സി ആണ് പൊയ്കയിൽ യോഹന്നാൻ കേട്ടോ. പൊയ്കയിൽ യോഹന്നാനാണ്. അപ്പൊ പൊയ്കയിൽ യോഹന്നാനാണ് ഏത് സ്ഥാപിക്കുന്നത്? PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത് എവിടെയാ? ഇരവി പേരൂരിലാണ്. ഇനി EMS സഖാവ് EMS ഉപയോഗിച്ചിരുന്ന തൂലികാ നാമം ഏതാണ്? സഖാവ് EMS ഉപയോഗിച്ചിരുന്ന തൂലികാ നാമം ഏതാ? ഓപ്ഷൻ ബി ആണ് PS ചെറിയാൻ കേട്ടോ. ഏതാ? PS ചെറിയാനാണ്. 33-ാമത്തെ ചോദ്യം, ഇ ജോൺ ജേക്കബ് രൂപീകരിച്ച പ്രസ്ഥാനം ഏതാണ്? ഇ ജോൺ ജേക്കബ് രൂപീകരിച്ച പ്രസ്ഥാനം ഓപ്ഷൻ എ ആണ് നിരണം പടയാട്ടോ. ഏതാ? നിരണം പടയാണ്. 34-ാമത്തെ ചോദ്യം, കാൻഫെഡ് ഏതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ്? കാൻഫെഡ് എന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ്? കാൻഫെഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ഡി ആണ് അനൗപചാരിക വിദ്യാഭ്യാസമാണ്. ഓപ്ഷൻ ഡി ആണ് അനൗപചാരിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് ഇത് കാൻഫെഡ് എന്ന് ഓർത്തു വെക്കുക. 35-ാമത്തെ ചോദ്യം, കാഞ്ഞങ്ങാട്ടിൽ നിന്ന് ചെമ്പഴന്തിയിലേക്ക് സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് ആരാണ്? കാഞ്ഞങ്ങാട്ടിൽ നിന്ന് ചെമ്പഴന്തിയിലേക്ക് സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് ആരാ? ഓപ്ഷൻ സി ആണ് VT ഭട്ടതിരിപ്പാടാണ്. ഇനി 36-ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാം? തന്നിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാം?
ഏതാ? ഓപ്ഷൻ സി ആണ്, ജീവകാരുണ്യ നിരൂപണമാണ്. ഇനി ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയായിരുന്നു വിളിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, ജി പരമേശ്വരൻ പിള്ളയാട്ടോ. ജി പി പിള്ള അല്ലെങ്കിൽ ജി പരമേശ്വരൻ പിള്ളയാണ് ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? ജി പരമേശ്വരൻ പിള്ളയാണ്. ഇനി കൊച്ചി ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടെ 1818 മട്ടാഞ്ചേരിയിൽ സ്കൂൾ സ്ഥാപിച്ച ബ്രിട്ടീഷ് മിഷണറി ഏതാണ്? കൊച്ചി ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടെ 1888 മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച ബ്രിട്ടീഷ് മിഷണറി ആരാ? ഓപ്ഷൻ ബി ആണ്, റവറന്റ് ജെ ഡൗസൺ ആണ്. ഇനി കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ച കാലഘട്ടം ഏതാ? കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ച കാലഘട്ടം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 1906 മുതൽ 1910 വരെയാണ്. ഇനി 1944 ഒക്ടോബർ 1 കർണാടക മഹിളാ കോൺഫറൻസിൽ ആരാണ് ഈ പ്രസ്താവന നടത്തിയത്? പ്രസ്താവന ഇതാണ്: ഗാന്ധിജിക്ക് സ്ത്രീകളിൽ ശക്തമായ വിശ്വാസമുണ്ട്, നമ്മൾ അത് കാത്തു സൂക്ഷിക്കണം, അത് നമ്മുടെ കടമയാണ്. ഇങ്ങനെ പറഞ്ഞതാരാ? ഓപ്ഷൻ സി ആണ്, എ വി കുട്ടിമാളു അമ്മയാണ്. എന്താ പറഞ്ഞത്? 1944 ഒക്ടോബറിൽ കർണാടക മഹിളാ കോൺഫറൻസിൽ എന്താ പറഞ്ഞത്? ഗാന്ധിജിക്ക് സ്ത്രീകളിൽ ശക്തമായ വിശ്വാസമുണ്ട്, നമ്മൾ അത് കാത്തു സൂക്ഷിക്കണം, അത് നമ്മുടെ കടമയാണ് എന്ന് പറഞ്ഞതാരാ? എ വി കുട്ടിമാളു അമ്മയാണ്. ഇനി കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ പി എൻ പണിക്കർ ജനിച്ച വർഷം ഏതാണ്? കേരളത്തിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായിട്ടുള്ള പി എൻ പണിക്കർ ജനിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1909 1909. ഇനി ദി ഡിക്ലൈൻ ഓഫ് നായർ ഡൊമിനൻസ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ഇൻ ട്രാവൻകൂർ 1847 1908 എന്ന പുസ്തകം രചിച്ചതാരാണ്? ദി ഡിക്ലൈൻ ഓഫ് നായർ ഡൊമിനൻസ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ഇൻ ട്രാവൻകൂർ 1847 ആൻഡ് 1908 എന്ന പുസ്തകം രചിച്ചത് ആരാ? ഓപ്ഷൻ ഡി ആണ്, റോബിൻ ജെഫ്രി റോബിൻ ജെഫ്രി ആണ്. ഇനി കേരളത്തിലെ ചരിത്രത്തിൽ താഴെ പറയുന്ന സംഭവങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തി എഴുതുക. ഗുരുവായൂർ സത്യാഗ്രഹം, ഈഴവ മെമ്മോറിയൽ, പാലിയം സത്യാഗ്രഹം, മലയാളി മെമ്മോറിയൽ. ഇത് അതായത് വർഷം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാട്ടോ. ഇത് ഗുരുവായൂർ സത്യാഗ്രഹം ഏതാ വർഷം? 1930 ഈഴവ മെമ്മോറിയൽ 1896, പാലിയം സത്യാഗ്രഹം 1947, മലയാളി മെമ്മോറിയൽ ഏതാ വർഷം? 1891 അല്ലെ. അപ്പൊ ആദ്യം നടന്ന സംഭവം ഏതാ? 1891. മലയാളി മെമ്മോറിയൽ വരണം. രണ്ടാമത് 1896 ഈഴവ മെമ്മോറിയൽ 4-2. പിന്നെ വരേണ്ടത് ഗുരുവായൂർ സത്യാഗ്രഹം 1930 4-2-1. പിന്നെ 3 പാലിയം സത്യാഗ്രഹം 1947. ഓപ്ഷൻ ഡി ആണ്, 4-2-1-3. ഇനി ഭാഷാഭോഷിണി മാഗസിൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷാഭോഷിണിയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാ? ഓപ്ഷൻ ഡി ആണ്, കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. 45-ാമത്തെ ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഓപ്ഷൻ സി ആണ്, 1938. ഇനി ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാ? ഓപ്ഷൻ എ ആണ്, കെ കേളപ്പനാണ്. ഇനി 1959 ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി ആരാ? 1959 ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, മന്നത്ത് പത്മനാഭനാണ്. ഇനി കേരളത്തിൽ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നത് ആരാണ്? കേരളത്തില് പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്ന വിദേശികള് ചോദിക്കാം. ആരാ? ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗീസുകാരാണ്. ഇനി സംയുക്ത രാഷ്ട്രീയ സമിതി അതായത് ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സംയുക്ത രാഷ്ട്രീയ സമിതി ഏതുമായിട്ടാ? ഓപ്ഷൻ ബി ആണ്, നിവർത്തന പ്രക്ഷോഭം. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? സംയുക്ത രാഷ്ട്രീയ സമിതി. 50-ാമത്തെ ചോദ്യം, ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം സംഘടിപ്പിച്ചതാരാണ്? ആലുവ അദ്വൈതാശ്രമത്തില് സർവമത സമ്മേളനം സംഘടിപ്പിച്ചത് ഓപ്ഷൻ എ ആണ്, ശ്രീ നാരായണ ഗുരുവാണ്. ഇനി 1918 നിലക്കാമുക്കിൽ
നിലക്കാമുക്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാ? 1918 നിലക്കാമുക്കില് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പ്രസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഇസ്ലാം ധർമ്മപരിപാലന സംഘമാണ്. ഇനി 1966 പത്മഭൂഷണിന് അർഹനായ സാമൂഹിക പരിഷ്കർത്താവ് ആരാം? 1966 പത്മഭൂഷണ് അർഹനായ സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ സി ആണ് മന്നത്ത് പത്മനാഭനാണ്. ഇനി ചാന്നാർ കലാപം പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ചാന്നാർ കലാപം പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഓപ്ഷൻ ഡി ആണ് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് ഇത് ചാന്നാർ കലാപം എന്ന് പറയുന്നത്. ഇനി താഴെ പറയുന്നതിൽ നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധമില്ലാത്തതാരാം? തന്നിരിക്കുന്നതിൽ നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ ആയിരിക്കുന്നുണ്ട് എ കെ ഗോപാലൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, സി കേശവൻ. ബന്ധമില്ലാത്തത് എ കെ ഗോപാലൻ. അപ്പൊ നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ആരൊക്കെ? ടി എം വർഗീസ്, എൻ വി ജോസഫ്, സി കേശവൻ. ഇനി സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപരായിരുന്ന സി പി ഗോവിന്ദപിള്ള അതിനു മുമ്പ് ഏതിന്റെ പത്രാധിപനായിരുന്നു? സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപനായിരുന്നു ആര്? സി പി ഗോവിന്ദപിള്ള. അതിനു മുമ്പ് സി പി ഗോവിന്ദപിള്ള ഏതിന്റെ പത്രാധിപരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് കേരള പഞ്ചിക കേട്ടോ. ഏതാ? കേരള പഞ്ചിക. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1931 നവംബർ 1 ഇനി ആദിഭാഷ എന്ന കൃതി രചിച്ചത് ആരാണ്? ആദിഭാഷ എന്ന കൃതി രചിച്ചത് ആരാ? ആദിഭാഷ എന്ന കൃതി രചിച്ചത് ഓപ്ഷൻ ബി ആണ് ചട്ടമ്പി സ്വാമികളാണ്. ഇനി അവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണ്ണാഭരണം അണിയാനുമുള്ള അവകാശത്തിനായിട്ട് സമരം നടത്തിയത് ആരാണ്? അവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണ്ണാഭരണം അണിയാനുമുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഇനി കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? നടന്നത്? ഓപ്ഷൻ എ ആണ് ഇരിങ്ങാലക്കുട കേട്ടോ. ഇനി ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യത്തെ കേരളീയൻ ആരാണ്? ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യത്തെ കേരളീയൻ ആരാ? ഓപ്ഷൻ ഡി ആണ് ശ്രീനാരായണ ഗുരുവാണ്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്ന ഏക മലയാളി അല്ലെങ്കിൽ ഏക കേരളീയൻ ആരാ? മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്ന ഏക കേരളീയൻ ആരാ? ഓപ്ഷൻ സി ആണ് ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ഓപ്ഷൻ ബി ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണ്. ഇനി ബാലഭട്ടാരക ക്ഷേത്രം താഴെ പറയുന്നവയിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാലഭട്ടാരക ക്ഷേത്രം താഴെ പറയുന്നവര് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് ഏത്? ബാലഭട്ടാരക ക്ഷേത്രം. ഇനി പണ്ഡിറ്റ് കറുപ്പൻ കല്യാണിദായിനി സഭ സ്ഥാപിച്ചത് എവിടെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ കല്യാണദായിനി സഭ സ്ഥാപിച്ചത് എവിടെയാ? ഓപ്ഷൻ സി ആണ് ആനാപ്പുഴ കേട്ടോ. എവിടെയാ? ആനാപ്പുഴ. ഇനി 65ാമത്തെ ചോദ്യം, താഴെ പറയുന്ന സംഭവങ്ങളുടെ ശരിയായ ക്രമം തെരഞ്ഞെടുക്കുക. അവിടെയും വർഷം അറിയണം. വൈക്കം സത്യാഗ്രഹം, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, PRDSന്റെ രൂപീകരണം, ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെ? വർഷം 1924-25 വർഷമാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ 1888. PRDS രൂപീകരിക്കുന്നത് 1909 ക്ഷേത്രപ്രവേശന വിളംബരം 1936 അല്ലെ? അപ്പോൾ ആദ്യം വരേണ്ടത് അരുവിപ്പുറം പ്രതിഷ്ഠ 1888. 2 ഓപ്ഷൻ വരുന്നത് ഒറ്റൊന്നേ ഉള്ളൂ. ഏതാ? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ ആദ്യം വരുന്നത് അല്ലെ? ഇതിന്റെയൊക്കെ വർഷം ഓർത്തു നോക്കുക. വൈക്കം സത്യാഗ്രഹം 1924-25 വർഷത്തിൽ, അരുവിപ്പുറം പ്രതിഷ്ഠ 1888. PRDS രൂപീകരിക്കുന്നത് 1909. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഇനി ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന കൃതി രചിച്ചതാരാ? ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും ആരാ രചിച്ചത്? ഓപ്ഷൻ ബി ആണ് PK ബാലകൃഷ്ണൻ. ഓപ്ഷൻ ബി PK ബാലകൃഷ്ണനാണ്. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം ഏതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ് 1852. 68ാമത്തെ ചോദ്യം, പെരിനാട് സമരം ഏത് ജില്ലയിലാണ് നടന്നത്? പെരിനാട് സമരം നടന്ന ജില്ല ഏതാ? കൊല്ലം പെരിനാട് സമരം എന്നല്ലേ പറയാറ് അല്ലെ? അപ്പൊ കൊല്ലം ജില്ലയിലാണ് ഇത് പെരിനാട് സമരം. VT ഭട്ടതിരിപ്പാട് നിലകൊണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? VT ഭട്ടതിരിപ്പാട് നിലകൊണ്ടത്
എന്തിനു വേണ്ടിയിട്ടാ? ഓപ്ഷൻ ബി ആണ്. സാമൂഹിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വി.ടി. ഭട്ടതിരിപ്പാട്. ഗ്രന്ഥശാല പ്രവർത്തകനായ പി.എൻ. പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? പി.എൻ. പണിക്കരുടെ ജന്മസ്ഥലം ഓപ്ഷൻ സി ആണ്, ആലപ്പുഴയാണ്. ഇനി സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന ഏതാണ്? സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന ഓപ്ഷൻ ബി ആണ്, വിദ്യാഭൂഷണി. എന്തിനെതിരായിരുന്നു നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്? നിവർത്തന പ്രക്ഷോഭം എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ സി ആണ്, ഭരണഘടനാപരമായ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ളായിരുന്നു ഏതോ നിവർത്തന പ്രക്ഷോഭം. ഇനി ജനിച്ച ദിവസം ഏതാ? ഓപ്ഷൻ ഡി ആണ്, 1863 ഓഗസ്റ്റ് 28 ആര് ജനിക്കുന്നത്? അയ്യങ്കാളി. ഇനി കേരളത്തിൽ ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ വ്യക്തി ആരാം? കേരളത്തില് ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ വ്യക്തി ആരാ? ഓപ്ഷൻ എ ആണ്, വൈകുണ്ഠ സ്വാമികളാണ്. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചവറ അന്തരിച്ച വർഷം ഏതാണ്? കുര്യാക്കോസ് ഏലിയാസ് ചവറ അന്തരിച്ച വർഷം 1871. ഇനി പുലയൻ മത്തായി എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പുലയൻ മത്തായി എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാ? കുമാര ഗുരുദേവനാണ്. ഇനി കുഞ്ഞൻ പിള്ള എന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പേരാണ്? കുഞ്ഞൻ പിള്ള എന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ്, ചട്ടമ്പി സ്വാമികളാണ്. ഇനി ചെത്തരുത് കുടിക്കരുത് മദ്യം വിഷമാണ് എന്ന ഉപദേശം നൽകിയതാരാണ്? ചെത്തരുത് കുടിക്കരുത് മദ്യം വിഷമാണ് എന്ന ഉപദേശം നൽകിയത് ആരാ? ഓപ്ഷൻ ബി ആണ്, ശ്രീനാരായണ ഗുരുവാണ്. ഇനി അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചതാരാണ്? അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് ഓപ്ഷൻ സി ആണ്, ഗാന്ധിജിയാണ്. ഇനി 1931 പയ്യന്നൂരില് ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചതാരാണ്? 1931 പയ്യന്നൂരില് ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ഓപ്ഷൻ സി ആണ്, ആനന്ദ തീർത്ഥനാണ്. ഇനി കർമ്മവിഭാഗം എന്നത് ആരുടെ രചനയാണ്? കർമ്മവിഭാഗം എന്നത് ആരുടെ രചനയാണ്? കർമ്മവിഭാഗം ഓപ്ഷൻ ബി ആണ്, വി.ടി. ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ് ഇത്, കർമ്മവിഭാഗം. 82ാമത്തെ ചോദ്യം, കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ഓപ്ഷൻ സി ആണ്, വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛനാണ്. ഇനി തൈക്കാട് അയ്യാഗുരുവിന്റെ പ്രശസ്തരായ 2 ശിഷ്യരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. മറ്റേതാരാണ്? തൈക്കാട് അയ്യാഗുരുവിന്റെ പ്രശസ്തരായ 2 ശിഷ്യന്മാരുണ്ട്, അതിൽ ഒരാൾ ശ്രീനാരായണ ഗുരുവാണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ വ്യക്തി ആരാ? ഓപ്ഷൻ സി ആണ്, ചട്ടമ്പി സ്വാമികളാണ്. 1921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകൃതമായപ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? 1921 KPCC രൂപീകൃതമായ സമയത്ത് ആരായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് എന്ന് ചോദിക്കാം. ആരാ? ഓപ്ഷൻ എ ആണ്, കെ മാധവൻ നായരാണ്. അയ്യാവഴി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യാവഴി എന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ്, അയ്യാ വൈകുണ്ഠരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി താഴെ പറയുന്നവയിൽ രൂപീകൃതമായതിന്റെ ശരിയായ ക്രമം തെരഞ്ഞെടുക്കുക. രൂപീകൃതമായതിന്റെ ശരിയായ ക്രമം, അതായത് വർഷമാണ് വേണ്ടത്. NSS, SNDP, സാധുജന പരിപാലന യോഗം, സഹോദര സമാജം. ഏത് വർഷങ്ങളിലായിരിക്കും? 1914 ഇത് NSS. SNDP 1903, സാധുജന പരിപാലന യോഗം 1907, സഹോദര സംഘം അല്ലെങ്കിൽ സഹോദര സമാജം ഏതാ? 1917 ആണല്ലേ. അപ്പൊ ഇതിൽ ആദ്യം വരേണ്ടത് ഏതാ? 1903 SNDP വരണം, 2 ആദ്യം. പിന്നെ വരേണ്ടത് 1907 സാധുജന പരിപാലന യോഗം, 3. പിന്നെ 1914 NSS, 1917 സഹോദര സമാജം. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് അല്ലെ. ഇനി 87ാമത്തെ ചോദ്യം, പൗരസമത്വവാദ പ്രക്ഷോഭണത്തിന്റെ നേതാവ് എന്ന് അറിയപ്പെടുന്ന ആരാം? പൗരസമത്വവാദ പ്രക്ഷോഭണത്തിന്റെ നേതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? ഓപ്ഷൻ ഡി ആണ്, E.J. ജോൺ ആട്ടോ. ഓപ്ഷൻ ഡി, E.J. ജോൺ ആണ്. ഇനി ആത്മവിദ്യാകാഹളം ആരംഭിച്ചതാരാം? ആത്മവിദ്യാകാഹളം ആരംഭിച്ചതാരാ? ഓപ്ഷൻ എ ആണ്, വാഗ്ഭടാനന്ദനാണ്. 89ാമത്തെ ചോദ്യം, SNDP യോഗം നിലവിൽ വന്ന തീയതി ഏതാണ്? SNDP യോഗം നിലവിൽ വന്ന തീയതി ഓപ്ഷൻ സി ആണ്, 1903 മെയ് 15. ഇനി അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല, ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബോർഡിലെ വാചകങ്ങളാണിത്. ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അപ്പോൾ അയിത്തക്കാർ ഇതിനപ്പുറം കടക്കാൻ പാടില്ല, പ്രവേശിക്കാൻ പാടില്ല എന്ന് ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാ? ഓപ്ഷൻ സി ആണ്, വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിന്റെ കർത്താവ് ആരാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിന്റെ
കർത്താവ് ഓപ്ഷൻ സി ആണ്, ശ്രീ നാരായണ ഗുരുവാണ്. ഈ മന്നത്ത് പത്മനാഭന്റെ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ മറ്റൊരു പേര്, ആദ്യത്തെ പേരെന്തായിരുന്നു? മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ്, നായർ സമുദായ ഭൃത്വജന സംഘം എന്നാണ്. ഇനി ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നടന്ന സമരം ഇതേതാണ്? ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നടന്ന സമരം ഏതാ? ഓപ്ഷൻ സി ആണ്, നിവർത്തന പ്രക്ഷോഭമാട്ടോ, നിവർത്തന പ്രക്ഷോഭം. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ സ്റ്റാമ്പ് പുറപ്പെടുവിച്ച വിദേശ രാജ്യം ഏതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ സ്റ്റാമ്പ് പുറപ്പെടുവിച്ച വിദേശ രാജ്യം ഓപ്ഷൻ എ ആണ്, ശ്രീലങ്കയാണ്. ഇനി മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉദ്യോഗ നിയമനങ്ങൾ. ഓപ്ഷൻ ബി ആണ്, ഉദ്യോഗ നിയമനങ്ങളാണ്. ഡോക്ടർ പൽപു ജനിച്ചത് എവിടെയാണ്? ഡോക്ടർ പൽപു ജനിച്ചത് എവിടെയായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ട്രിവാൻഡ്രമാ, തിരുവനന്തപുരത്താണ് ആര് ജനിക്കുന്നത്? ഡോക്ടർ പൽപു. ഏത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പണ്ഡിറ്റ് കറുപ്പൻ പ്രവർത്തിച്ചത്? ഏത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പണ്ഡിറ്റ് കറുപ്പൻ പ്രവർത്തിച്ചത്? ഓപ്ഷൻ സി ആണ്, ധീരവ സമുദായത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇനി ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് തിരുവിതാംകൂറിന്റെ ദിവാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, സർ CP രാമസ്വാമി അയ്യറാണ്. ഇനി VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്തായിരുന്നു അത്? ഒരു നാടകമാണ് അല്ലെ? ഓപ്ഷൻ ബി ആണ്, നാടകമാണ്. അവസാനത്തെ ചോദ്യം, ജ്ഞാനപ്രചാകരം എന്ന പണ്ഡിത സദസ് ആരംഭിച്ചതാരാം? ജ്ഞാനപ്രചാകരം എന്ന പണ്ഡിത സദസ് ആരംഭിച്ചത് ഓപ്ഷൻ എ ആണ്, അയ്യാവ് സ്വാമികളാട്ടോ. അയ്യാവ് സ്വാമികളാണ്. അപ്പൊ ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ തൊട്ടു മുമ്പുള്ള 300 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു 3 വീഡിയോസ് ജസ്റ്റ് നമ്മളെ ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാൻ കഴിയും കേട്ടോ.